ഒരു മുസ്ലിമിനെ ഹിന്ദുവാക്കാൻ പേരിനൊപ്പം കുമാർ എന്ന പേര് മാത്രം ചേർത്താൽ മതി. ഒരു പേരിലൂടെ ഹിന്ദുവായും മുസ്ലിമായും ഒക്കെ അറിയപ്പെടുന്ന ഒരാളുണ്ട്, നമുക്കൊക്കെ പ്രിയപ്പെട്ട സലിം കുമാർ. പലപ്പോഴും സലിം കുമാർ എന്ന നടന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും എനിക്കുമൊക്കെ തോന്നിയിട്ടുള്ള ഒരു സംശയമാണ്, സലിം എന്ന പേര് മുസ്ലിം വിഭാഗത്തിലുള്ളവർക്ക് മാത്രം കേട്ടിട്ടുള്ള പേർ, എന്നാൽ കുമാർ എന്ന് നമ്മൾ ഒരുപാട് ഹിന്ദുക്കൾക്ക് കേൾക്കാറുള്ള പേർ. ഇവിടെ ഒരു ജാതിമത ചിന്തയല്ല നടത്തുന്നത്, ആ പേരിലെ പ്രത്യേകത കൊണ്ട് പലപ്പോഴും കൗതുകം തോന്നിയിട്ടുള്ള ഒരു പേര് തന്നെയാണ് സലിം കുമാർ. അതിൽ യാതൊരു എതിർപ്പുമില്ല. മലയാളത്തിന്റെ ഹാസ്യ സമ്രാട്ടാണ് നടൻ സലീം കുമാർ. എന്നും പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിക്കുന്ന സലീം കുമാർ വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത് മലയാളികളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. മികച്ച അഭിനയത്തിലൂടെ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. വില്ലൻ വേഷങ്ങളിലും സലീം കുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മിക്ക അവസരങ്ങളിലും സലീം കുമാറിനോട് പലരും ചോദിക്കുന്ന ഒന്നാണ് പേരിന് പിന്നിലെ കഥ. സലീം കുമാർ എന്ന പേര് എങ്ങനെയാണ് തനിക്ക് വന്നത് എന്നാണ് താരം പറയുന്നത്. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങൾ തന്റെ പേരിനെ സ്വാധീനിച്ചു എന്നാണ് സലിം കുമാർ പറയുന്നത്. അന്ന് സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങളിൽ അച്ഛനും അമ്മയും ആകൃഷ്ടരായിരുന്നു. അതുകൊണ്ട് മക്കൾക്ക് ജാതി തിരിച്ചറിയാത്ത പേരുകൾ ഇടണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് തനിക്ക് സലീം എന്ന പേര് വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പേരിനൊപ്പം കുമാർ വന്നതിനെ കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തുന്നതാണ് രസകരമായ കാര്യം. സഹോദരൻ അയ്യപ്പൻ എൻ്റെ ജീവിതവുമായി എന്ത് ബന്ധമാണ് എന്ന് നോക്കാം. എൻ്റെ പേര് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ സഹോദരൻ അയ്യപ്പന്റെ ജാതിപരവും വിപ്ലവാത്മകരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി. അന്ന് സ്വന്തം മക്കൾക്ക് കേട്ടാൽ ജാതി തിരിച്ചറിയാൻ കഴിയാത്ത പേരുകൾ ഇടാൻ തുടങ്ങി. ഉദാഹരണത്തിന് എൻ്റെ പേര് സലിം, ജലീൽ, ജമാൽ, നാഷാദ് എന്നീ പേരുകൾ ഈഴവരായിട്ടുള്ള ഹിന്ദു കുട്ടികൾക്ക് ഇടാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് സലീം എന്ന പേരിട്ടു. പേരിനൊപ്പം കുമാർ വന്നത് പറയാം. ഈ സലീം എന്ന പേരും കൊണ്ട് ചിറ്റാറ്റുപുര LPSൽ ചേർക്കാൻ ചെന്നു. അവിടെ വെച്ച് സലീം എന്ന പേര് കേട്ടപ്പോൾ ഇതൊരു മുസ്ലിം കുട്ടിയുടെ പേരാണ് എന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. അച്ഛനും അന്ന് അതേക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് അധ്യാപകർ പേരിനൊപ്പം കുമാർ എന്നുകൂടി ചേർത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുമാർ ചേർത്ത് എന്നെ ഹിന്ദുവാക്കി. 5ാം ക്ലാസ് വരെ ഞാൻ മുസ്ലിമായിരുന്നു. 5ാം ക്ലാസ്സിന് ശേഷം ഞാൻ വിശാല ഹിന്ദുവായി. സലിം കുമാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജാതി ഏതായാലും മതം ഏതായാലും പേരെന്തായാലും നല്ല മനുഷ്യന്മാരായി ജീവിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ ചില കൗതുകങ്ങൾ, ചില പേരുകളിലൂടെ എന്ത് ജാതിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള പേരുകളൊക്കെ കേൾക്കുമ്പോൾ ജാതിയെക്കുറിച്ച് വലിയ താല്പര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയോട് വളരെ താല്പര്യമൊന്നുമില്ലാത്തവർ പോലും ആ പേരെന്താണ് എന്നിങ്ങനെ ചിന്തിക്കാറുണ്ട്. അത്തരത്തിൽ എല്ലാ ആൾക്കാരും സലീം കുമാറുമായി ബന്ധപ്പെട്ട് സലീം കുമാറിനെ ഇഷ്ടമുള്ളവർ, സലീം കുമാറിന്റെ ആരാധകരൊക്കെ എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംശയം തന്നെയാണ്, ഇദ്ദേഹത്തിന്റെ പേരെന്താണ് സലീം കുമാർ എന്ന് വരുന്നത്? അദ്ദേഹം മുസൽമാനാണോ അതോ അദ്ദേഹം ഹിന്ദുവാണോ എന്നുള്ള സംശയം ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ഒരു സംശയത്തെ തന്നെ ദൂരീകരിച്ചിരിക്കുകയാണ് സലീം കുമാർ ഇപ്പോൾ തൻ്റെ ഈ ഒരു രസകരമായ ഒരു അഭിപ്രായ പ്രകടനത്തിലൂടെ. പേരെന്തായാലും ജാതി എന്തായാലും നല്ല മനുഷ്യനായിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും സലീം കുമാർ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കൊണ്ട് നമ്മളെ ഏറെ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു കാലത്തും മലയാളിക്ക് മറക്കാനാകാത്ത, മലയാളി കണ്ടാൽ തന്നെ പൊട്ടിച്ചിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച സലിം കുമാറിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ വരുന്ന പുതുവർഷത്തിലും ഉണ്ടാകട്ടെ എന്ന് ആരാധക വൃന്ദം ആശംസിക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തിന് ചില അനാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. അതെല്ലാം മാറി ഈ പുതുവർഷത്തിൽ നല്ല ആരോഗ്യത്തോടു കൂടി പുതിയ പുതിയ കഥാപാത്രങ്ങൾ അഭിനയിച്ച് വീണ്ടും മലയാളികളെ കുടുകുടെ ചിരിപ്പിക്കാൻ സലിം കുമാർ എന്ന ഈ പേരുകാരന്, ഈ വ്യക്തിക്ക് സാധിക്കട്ടെ എന്ന ആശംസയാണ് ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.